Hello everyone, I am Karunagaran. പലരും കമൻറ്റ് ബോക്സിലും നേരിട്ടും വിളിച്ച ഒരു സംശയം ഉണ്ടായിരുന്നു. രാജഗിരി മുത്തൂറ്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏതാണ് ടോപ്പ്? ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കമ്പയർ ബിക്കോസ് ഓൾ ആർ ഈക്വലി ഗുഡ്. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് രാജഗിരിയും മുത്തൂറ്റും സ്ട്രിക്റ്റ് ഉള്ള കോളേജാണ്, ടോപ്പ് റാങ്കിങ്ങിൽ തന്നെയാണ്. പക്ഷേ അതിൻ്റെ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ഇപ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് അമൽജ്യോതി കത്തി നിൽക്കല്ലേ, ഏകദേശം അതുപോലുള്ള ഒരു സ്റ്റൈലാണ് അവിടുത്തേത്. അത്രയില്ലെന്ന് മാത്രമേ ഉള്ളൂ. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ലിബറലാണ്. ആ ഫ്രീഡം എന്താണെന്ന് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അല്ലാണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. പാരൻസും സ്റ്റുഡൻസും തിങ്ങി നിറഞ്ഞ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ അവിടെ എല്ലാവരും ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു സീനിയർ വിദ്യാർത്ഥിയുടെ പ്രസംഗം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. കഠിനമായ +1 +2 എൻട്രൻസ് കോച്ചിങ് പഠനത്തിന് ശേഷം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് കോളേജിലേക്ക് സ്വാഗതം. ബിടെക് പഠനം 4 വർഷങ്ങൾ. എഞ്ചിനീയറിംഗ് കൂൾ ആയി എടുക്കേണ്ട ഒരു ഡിഗ്രിയാണ്. കലാലയ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ആഘോഷിക്കാനുള്ളതാണ്. യൗവനം ആസ്വദിക്കണം, ഓർമ്മിക്കാൻ അനുഭവങ്ങൾ വേണം, മധുര സ്മരണകളാകണം ഈ കോളേജിലെ 4 വർഷങ്ങൾ. നോക്കണേ, ഒരു സീനിയർ വിദ്യാർത്ഥിയുടെ പ്രസംഗം. 4 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഈ കോളേജിൻ്റെ പടിയിറങ്ങാൻ പോവുകയാണ്. എല്ലാവരുടെ കയ്യിലും പ്ലേസ്മെൻറ്റ് ഓർഡർ ഉണ്ട്. ഒന്നിൽ കൂടുതൽ പലരുടെ കയ്യിലും പ്ലേസ്മെൻറ്റ് ഓർഡർ ഉണ്ട്, ബിടെക് ഡിഗ്രിയുമുണ്ട്. നിങ്ങളെല്ലാം ആസ്വദിക്കണം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 4 വർഷത്തിന് ശേഷം ഈ കോളേജിൻ്റെ പടി ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലും വേണം ഒരു ബിടെക് ഡിഗ്രിയും ഒന്നിൽ കൂടുതൽ പ്ലേസ്മെൻറ്റ് ഓർഡറും. നോക്കണേ, ഒരു സീനിയർ വിദ്യാർത്ഥിയുടെ പ്രസംഗം. സീനിയർ സ്റ്റുഡൻസ് ഗൈഡ് ദ ജൂനിയേഴ്സ് ഇൻ ദാറ്റ് കോളേജ്. അവരാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ജൂനിയേഴ്സിനെ നിയന്ത്രിക്കുന്നത്. ഇവിടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാം അറേഞ്ച് ചെയ്യുന്നത് സ്റ്റുഡൻസ് തന്നെയാണ്. കളർഫുൾ ആക്കുന്നതും അവരുടെ ഐഡിയ അനുസരിച്ചാണ്. റിലാക്സ്ഡ് കോളേജ്, നോ പ്രഷർ. പല വിദ്യാർത്ഥികളും പഠനത്തോടൊപ്പം പല ജോലിയും ചെയ്യുന്നു. പ്രോഗ്രാമുള്ള ദിവസങ്ങളിൽ കൊച്ചിയിൽ തങ്ങേണ്ടി വരുന്ന സമയത്ത് രാത്രിയിൽ പലപ്പോഴും എനിക്ക് സ്വിഗ്ഗി ഫുഡ് സപ്ലൈ ചെയ്തിട്ടുള്ള മോഡൽ എഞ്ചിനീയറിംഗ് കുട്ടികളായിരുന്നു. ഊബർ, ഓല പോലുള്ള ഓൺലൈൻ ടാക്സികളിൽ ഡ്രൈവർമാരായി ഞാൻ മോഡൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ കണ്ടിട്ടുണ്ട്. സ്ട്രിക്റ്റുള്ള കോളേജിലെ അധ്യാപകരെ പോലെ ഇവിടുത്തെ അധ്യാപകർക്ക് ആ ലുക്കൊന്നും കാണില്ല. എന്നാൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ പെർമനന്റ് അധ്യാപകരിൽ മിക്കവാറും എല്ലാവരും PhD ഉള്ള ഡോക്ടർമാരാണ്, അറിവിൻ്റെ ഭണ്ഡാരങ്ങളാണ്, ഫ്രണ്ട്ലിയാണ്. അവിടെ അധ്യാപകർ പോലീസിൻ്റെ പണിയെടുക്കാറില്ല. അവർ ഫെസിലിറ്റേറ്റർ മാത്രം, സഹായകർ, വിദ്യാർത്ഥികളെ സഹായിക്കുന്നവർ മാത്രമാണ്. ഭൗതിക സൗകര്യങ്ങളിൽ രാജഗിരി മുത്തൂറ്റാണ് ടോപ്പ്, വളരെ മുന്നിലാണ്. പക്ഷെ അതിവിടെ കുറവാണ്. എന്നാൽ റിസൾട്ടിലും പ്ലേസ്മെന്റിലും മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് മുന്നിലാണ്. ഓൾറൗണ്ട് ഡെവലപ്മെന്റ്, കുട്ടികൾ ആകെ മറിക്കുന്നതിൽ മോഡൽ എഞ്ചിനീയറിംഗ് ടോപ്പാണ്, എക്സലന്റ് ആണ്. ഫ്രീഡമുള്ള കോളേജിന്റെ ഒരു എക്സാമ്പിളാണ് ഇതാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കാണുന്ന ഫ്രീഡം. അതിനൊരു അത്തരം കോളേജുകളുടെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ പല സ്റ്റൈലിലുള്ള കോളേജുകളുമുണ്ട്. നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്നതാകണം അടുത്ത ദിവസങ്ങളിൽ ഓപ്ഷൻ കൊടുക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ശ്രദ്ധ വേണം, പെട്ടുപോകരുത്. നിങ്ങളുടെ അശ്രദ്ധയ്ക്ക് പിന്നീട് കോളേജിന് പഴി പറയരുത്. താങ്ക് യു ഫ്രണ്ട്സ്, സീ യു അഗൈൻ.